നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ അതിഥിയുടെ ശാപകഥ ആണ് വായിച്ചത്. ഇനി ഈ അധ്യായത്തിൽ വായിക്കുന്നത് ജഗത്തിൻ്റെ സ്ഥിതി ആണ്. അത ചതുർത്ഥോധ്യായ ജഗത്തിൻ്റെ സ്ഥിതി. രാജോവാച വിസ്മിതോ അസ്മി മഹാഭാഗാ ശ്രുത്വാഖ്യാനം മഹാമതേ സംസാരോ അയം പാപരൂപ കഥം മുച്ഛേദ ബന്ധനാത്. മഹാഭാഗ, ഈ കഥ കേട്ടിട്ട് എനിക്ക് വളരെ അത്ഭുതം തോന്നുന്നു. പാപം രൂപം പൂണ്ടതാണ് ഈ ജഗത്ത്. മഹാമതേ, ഈ ബന്ധനത്തിൽ നിന്ന് എങ്ങനെ മോചനമുണ്ടാകും? കശ്യപസ്യാഭിദയാസ്ത്രിലോകേ വിഭവേ സതി കൃതാവാനീദൃശം കർമ്മ കോ ന കുര്യാജുഗുപ്സിതം. മുപ്പാരിലെയും വിഭവങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഉത്തമ കുലത്തിൽ ജനിച്ച കശ്യപപുത്രൻ ഇത്ര നിന്ദ്യമായ കർമ്മം ചെയ്ത നിലയ്ക്ക് ആരെല്ലാം ഇത്തരം പ്രവൃത്തികൾ ചെയ്യില്ല? അപ്പോൾ സംസാരത്തിൽ നിന്ന് എങ്ങനെ ഒരുവൻ മുക്തനാകും? ഗർഭേ പ്രവിശ്യ ബാലസ്യ ഹനനം ദാരുണം കില സേവാമിഷേണ മാതുശ്ചാ കൃത്വാ ശപഥമദ്ഭുതം. സേവ ചെയ്യുമെന്ന് ശപഥം ചെയ്തിട്ട് വ്യാജേന മാതൃഗർഭത്തിൽ കടന്ന് ശിശുഹത്യ എന്ന ക്രൂരകർമ്മം ചെയ്തല്ലോ, കഷ്ടം. ശാസ്താധർമ്മസ്യ ഗോപ്താ ച ത്രിലോക്യാപതിരപ്യുതാം കൃതാവനീദൃശം കർമ്മ കോ ന കുര്യാദ സാമ്പ്രതം. മൂന്ന് ലോകത്തിൻ്റെയും പ്രഭുവായ ഇന്ദ്രൻ ധർമ്മം നടത്തേണ്ടവനും ധർമ്മത്തെ സംരക്ഷിക്കേണ്ടവനുമാണ്. അദ്ദേഹം ഈ നിന്ദ്യമായ കർമ്മം ചെയ്താൽ ആർക്ക് എന്തെല്ലാം ചെയ്തുകൂടാ? പിതാമഹാമേ സംഗ്രാമേ കുരുക്ഷേത്രേ അതിദാരുണം കൃതവന്തസ്തദാശ്ചര്യം ദുഷ്ടം കർമ്മ ജഗദ്ഗുരു. കുരുക്ഷേത്രത്തിൽ വെച്ച് നടന്ന അതിഭയങ്കരമായ യുദ്ധത്തിൽ, ഹേ ജഗദ്ഗുരു, എൻ്റെ പിതാമഹന്മാർ, ഗുരുക്കന്മാർ, ജ്യേഷ്ഠന്മാർ തുടങ്ങിയവരെ ഹനിക്കുക എന്ന ഇത്തരം നിന്ദ്യമായ കർമ്മം ചെയ്തല്ലോ, അത്ഭുതം തന്നെ. ഭീഷ്മ ദ്രോണ കൃപാകർണോ ധർമാശോ അഭി യുധിഷ്ഠിര സർവേ വിരുദ്ധ ധർമ്മേണ വാസുദേവേന നോദിത. ഭീഷ്മരും ദ്രോണരും കർണനും ധർമാംശബോധനായ യുധിഷ്ഠിരനും എന്നുവേണ്ട സകലരും വാസുദേവന്റെ പ്രേരണ കൊണ്ട് ധർമ്മവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അസാരതാം വിജാനന്ദ സംസരസ്യ സുമേധസ ദേവാംശാശ്ച കഥം ചക്രുർനിന്ദിതം ധർമ്മതത്പര. സംസാരത്തിന്റെ നിസ്സരതയെ അറിയാൻ കഴിവുള്ള ബുദ്ധിശാലികളായിരുന്നു അവർ. ധർമ്മതത്പരരും ദേശബോധവരുമായ അവർ ഈ നിന്ദ്യകർമ്മം ചെയ്തത് എന്തുകൊണ്ട്? കാഥാധർമ്മസ്യ വിപ്പേന്ദ്രാം പ്രമാണം കിം വിനിശ്ചിതം ചലചിത്തോ അസ്മി സംജാതാ ശ്രുത്വാ ചൈതത് കഥാനകം. ഇങ്ങനെയുള്ളവർ ഇത്തരം നിന്ദ്യകർമ്മം ചെയ്താൽ, ഹേ ബ്രാഹ്മണോത്തമ, ധർമ്മത്തിൽ ശ്രദ്ധയുണ്ടാവുന്നത് എങ്ങനെ? ധർമ്മത്തെ സംബന്ധിച്ച നിശ്ചിതമായ പ്രമാണം എന്ത്? ധർമാചരണത്തിൽ ഈ അധർമാക്കളാവില്ലേ പ്രമാണം? ധർമാചരണത്തെ സംബന്ധിച്ച ഈ കഥ കേട്ടിട്ട് എൻ്റെ മനസ്സ് വളരെ ചഞ്ചലമായിരിക്കുന്നു. ആപത്വാക്യം പ്രമാണം ചോദാപ്ത പരദേഹവാൻ പുരുഷോ വിഷയാസക്തോ രാഗി ഭഗവതി സർവധാ. ആപ്തവാക്യമാണ് പ്രമാണമെങ്കിൽ ഉത്തമനായ ആപ്തൻ ആര്? വിഷയാസക്തനും രാഗിയും എല്ലാ ആപ്തന്മാരാണെന്ന് പറയേണ്ടി വരും. രാഘോ ദേശാ ഭവേനേനുർമന്ദനാശാദ സംശയം ദേശാദ സത്യവചനം വക്തവ്യം സ്വാർത്ഥസിദ്ധയെ. അർത്ഥം നശിക്കുമ്പോൾ രാഗം ദേശമായി തീരും. തീർച്ച ദേശമുണ്ടായാൽ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി പിന്നെ കളവ് പറയാൻ ഇടയാവും. അപ്പോൾ ആപ്തനിവിടെ? ജരാസന്ധ വിഘാതാർത്ഥം ഹരിണ സത്വമൂർത്തിന ചലേനാരചിതം രൂപം ബ്രാഹ്മണസ്യ വിജാനതാം. സത്വമൂർത്തിയായ വിഷ്ണു പോലും ജരാസന്ധനെ വധിക്കുന്നതിനു വേണ്ടി ബോധപൂർവം കപട ബ്രാഹ്മണ വേഷം കെട്ടിയില്ലേ?
തഥാപ്താകാ പ്രമാണം കേ സത്വമൂർത്തിരഭീദൃശാ അർജുനോ അഭി തദേവാത്ര കാര്യേ യജ്ഞവിനർമ്മിതേ. സത്വമൂർത്തിയായ ഹരി സ്വാർത്ഥത്തിനു വേണ്ടി ഇങ്ങനെ ചെയ്തെങ്കിൽ ആരാണ് ആപ്തൻ? പ്രമാണം എന്ത്? അർജുനനും യജ്ഞാകാരത്തിനായി കപടവേഷം കൈക്കൊണ്ടില്ലേ? കീദൃശോ അയം കൃതോ യജ്ഞ കിമർത്ഥം ശമവർജിത പരലോക പദാർത്ഥം വാ യശസേവാ അന്യതാ കില. ശിശുപാലവധം തുടങ്ങിയ അനർത്ഥങ്ങൾ നിറഞ്ഞ ഈ യാഗം എങ്ങനെയുള്ളതായിരിക്കുന്നു? സാത്വികമോ അതോ രാജസമോ? ശമം വെടിഞ്ഞ ഈ യജ്ഞം എന്തിനു ചെയ്തു? പരലോകപദത്തിനോ യശസ്സിനോ അതോ മറ്റു വല്ലതിനുമോ? ധർമ്മസ്യ പ്രഥമ പാദ സത്യമേത പ്രച്യുതേർവജാ ദ്വിതീയസ്തു തഥാ ശൗചം ദയാപാദസ്ത്രീകാം. ധർമ്മത്തിന്റെ ആദ്യത്തെ പാദം സത്യമാണെന്ന് ശ്രുതി പറയുന്നു. രണ്ടാമത്തേത് ശൗചവും മൂന്നാമത്തേത് ദയവുമാണ്. ദാനം വ്രതാ പാദശതുർത്തശ്ച പുരാണാജ്ഞാ വദന്തി വൈ തർവിഹീനാ കഥം ധർമ്മസ്തിഷ്ഠേതിഹ സുസമ്മതാ. നാലാമത്തേത് ദാനമാണ്. പുരാണജ്ഞന്മാരും അങ്ങനെ തന്നെ പറയുന്നു. ഈ 4 പാദങ്ങളിലുമില്ലാതെ സഞ്ജനസമ്മതനായ ധർമ്മം എങ്ങനെ നിലനിൽക്കും? ധർമ്മഹീനം കൃതം കർമ്മ കഥം തത്ഫലദം ഭവേത് ധർമ്മേ സ്ഥിരാ മതിക്വാപി ന കസ്യാപി പ്രതീയത്തെ. ധർമ്മനിഷ്ഠയില്ലാതെ പാണ്ഡവർ ചെയ്ത ആ യജ്ഞകർമ്മം എങ്ങനെ ഫലവത്താകും? അതുകൊണ്ട് ആ യജ്ഞം അഹങ്കാരത്തോടെ ചെയ്തതാണ്. അതിന്റെ കർത്താക്കൾ ആപ്തരാകുമോ? ധർമ്മത്തിൽ ഉറച്ച ബുദ്ധി ആർക്കും ഒരിടത്തും കാണുന്നില്ല. ഛലാർത്ഥം ച യഥാ വിഷ്ണു വാമനോ അബുജഗത് പ്രഭു ഏന വാമന രൂപേണ വഞ്ചിതോ അസോ ബലനൃപാം. വഞ്ചിക്കാൻ വേണ്ടി ജഗത് പ്രഭുവായ വിഷ്ണു വാമന രൂപം പൂണ്ടു. ആ വാമന രൂപത്തിൽ ബലിമഹാരാജാവിനെ വഞ്ചിക്കുകയും ചെയ്തു. വിഹർത്താശതയജ്ഞസ്യ വേദാനാം പരിപാലകാം ധർമ്മിഷ്ഠോ ദാനശീലശ്ച സത്യവാദീ ജിതേന്ദ്രിയാ. 100 യജ്ഞം ചെയ്തവനും വേദങ്ങളുടെ സംരക്ഷകനും ധർമ്മനിഷ്ഠനും ദാനശീലനും സത്യസന്ധനും ജിതേന്ദ്രിയനുമായിരുന്ന ബലിയെ പ്രഭംശിതോ അകസ്മാത് വിഷ്ണുനാ പ്രഭവിഷ്ണുനാ ജിതം കേന തയോ കൃഷ്ണ ബലിനാ വാമനേന വാ. ഓർത്തിരിക്കാതെ രാജപദവിയിൽ നിന്ന് പ്രഭവിഷ്ണുവായ ഹരി ബലിയെ നോക്കി പരിഭ്രഷ്ടനാക്കി. ഹേ വ്യാസർഷേ, ഇവരിൽ ആരാണ് ജയിച്ചത്? വാമനനോ അതോ ബലിയോ? ശലകർമ്മവിദാചായം സന്ദേഹോ അത്ര മഹാത്മക വഞ്ചിത്വാ വഞ്ചിതേന സത്യം വദ ദ്വിജോത്തമാം. ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ, സത്യം പറയൂ. വ്യാജവേഷം പൂണ്ട വാമനനോ അതോ മഹാബലിയോ? എനിക്കതിൽ വലിയ സംശയമുണ്ട്. പുരാണകർത്താ ത്വമസി ധർമ്മജ്ഞശ്ച മഹാമതി. അങ്ങ് പുരാണകർത്താവും ബുദ്ധിമാനും ധർമ്മജ്ഞനുമാണല്ലോ. വ്യാസ ഉവാച ജിതം വൈ ബലിനാ രാജൻ ദത്ത ഏന ച മേദിനി. രാജാവെ, ജയിച്ചത് ബലി തന്നെയാണ്. കാരണം അദ്ദേഹം പ്രതിജ്ഞ ചെയ്തതനുസരിച്ച് ഭൂമി ദാനവും ചെയ്തു. ത്രിവിക്രമോ അഭിനാംന യാ പ്രതിഥോ വാമനോ അഭവത് ചലനാർത്ഥ്യമിതം രാജൻ വാമനത്വം നരാതിപ. ത്രിവിക്രമനാണെങ്കിലും വാമനൻ എന്ന പേരിൽ ഹരി പ്രസിദ്ധനായി തീർന്നു. രാജാവെ, ഈ വാമനവേഷം ബലിയെ വഞ്ചിക്കാൻ വേണ്ടി സ്വീകരിച്ചതായിരുന്നു. സംപ്രാപ്തം ഹരിണാ ഭൂയോ ദ്വാരപാലാ ത്വമേവ ജാം സത്യധന്യാതരത്നാസ്തി മൂലം ധർമ്മസ്യ പാർത്ഥിവ. ആ ഹരിക്ക് പിന്നീട് അദ്ദേഹത്തിന്റെ ദ്വാരപാലകൻ എന്ന അവസ്ഥയും ഉണ്ടായി. രാജാവെ, ധർമ്മത്തിന്റെ മൂലം സത്യമല്ലാതെ മറ്റൊന്നില്ല. ദുസാബ്ദ്യം ദേഹിനാം രാജൻ സത്യം സർവാത്മനാ കില മായാഫലവധി പൂബാ ത്രിഗുണാ ബഹുരൂപിണീം. രാജാവെ, ദേഹമെടുത്തവർക്ക് സത്യം പാലിക്കുക എന്നത് ഏതു വിധത്തിലും വളരെ പ്രയാസം തന്നെ. ത്രിഗുണാത്മികയായ മായ അത്യന്തം ബലവതിയും നാനാരൂപധാരണിയുമാണ്. ഏതം നിർമ്മിതം വിശ്വം ഗുണേ സബളിതം ത്രിഭി തസ്മാശലാവതാം സത്യം കുതോ അവിദ്ധം ഭവേന്ദ്രപ. ആ മായയാണ് ത്രിഗുണസമ്മിശ്രയായി ഈ വിശ്വത്തെ ചമച്ചിരിക്കുന്നത്. അതുകൊണ്ട് മിഥ്യാസ്വരൂപിണിയായ മായ മൂടിയിരിക്കുന്നവന് അതിനെ ആശ്രയിക്കാതെ
സത്യത്തെ മാത്രം പാലിക്കാൻ കഴിയുമോ? മിശ്രേണ ജനിത ചൈവ സ്ഥിതിരേഷാ സനാതനി വൈഘാനാസാശ്ച മുനയോ നിസ്സംഗാ നിഷ്പ്രതിഗ്രഹ. മനുഷ്യർ പ്രായേണ രാജഗുണപ്രധാനരാണ്. അവർക്ക് സത്യം സുദുർലഭമാണ്. ഇതാണ് എന്നത്തെയും സ്ഥിതി. എന്നാൽ വൈകാനസന്മാരായ മുനിമാരുണ്ടല്ലോ, അവർ നിസ്സംഗരും പരിഗ്രഹേച്ഛ ഇല്ലാത്തവരുമാണ്. സത്യയുക്താ ഭവന്ത്യത്ര വീതരാഗാഗത് സ്പൃഹ ദുഷ്ടാന്തർദർശനാത്തായ നിർഭിതാസ്തേ ച താദൃശ. അവർ സത്യത്തെ സംരക്ഷിക്കുന്നവരും വിഷയാസക്തിയില്ലാത്തവരും തൃഷ്ണാരഹിതരുമാണ്. അപ്രകാരമുള്ളവരെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൃഷ്ടാന്തത്തിന് വേണ്ടി, മാതൃക കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അവരുടെ വാക്കുകളാണ് ആപ്തവാക്യങ്ങൾ. അന്യസർവം ശബളിതം ഗുണൈരേഭിസ്ത്രിപുർ നൃപ നൈകം വാക്യം പുരാണേഷു വേദേഷു നൃപസപ്തമ. ഹേ നൃപോത്തമ, ഈ ഋഷികളിൽ നിന്ന് അന്യമായ സമൂഹമെല്ലാം ത്രിഗുണ സമ്മിശ്രമാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ദൃഷ്ടിയിൽ വേദങ്ങളിലും പുരാണങ്ങളിലും പ്രമാണഭേദമുള്ളതായി തോന്നുന്നത്. ധർമ്മശാസ്ത്രേഷു ചാംഗേഷു സഗുണേ രചിതേഷു ഹി ഷിഹ സഗുണം കുര്യാ നിർഗുണം ന കരോതി വൈ. വേദാംഗങ്ങളിലും ധർമ്മശാസ്ത്രങ്ങളിലും ഈ മതഭേദം കാണാം. കാരണം അവയെല്ലാം സഗുണന്മാരുടെ സൃഷ്ടിയാണ്. സഗുണൻ രചിക്കുന്നത് സഗുണാത്മമായിരിക്കും, നിർഗുണം ആയിരിക്കുകയുമില്ല. ഗുണാസ്തേ മിശ്രിത സർവേ ന പൃഥക് ഭാവസംഗത നിർവ്യളീക സ്ഥിരേ ധർമ്മേ മതി കസ്യാഭിന സ്ഥിര. ഗുണങ്ങളെല്ലാം മിശ്രമായിട്ടല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കില്ല. നിർവ്യാജവും സ്ഥിരവുമാണ് ധർമ്മം. അതിൽ ആരുടെയും മനസ്സ് ഉറച്ചു നിൽക്കില്ല. ഭവോദ്ഭവേ മഹാരാജ മായയാ മോഹിതസ്യ വൈ ഇന്ദ്രിയാണി പ്രമാദീനി തദാസക്തം മനസ്തദാ. മഹാരാജാവേ, സംസാരബന്ധത്തിൽപ്പെട്ട ആരും മായാമോഹിതരാവുമെന്ന് തീർച്ചയാണ്. ഇന്ദ്രിയങ്ങൾ ഫലമായി പിടിച്ചു വലിക്കുമ്പോൾ അവയ്ക്ക് കീഴ്പ്പെട്ടു പോകുന്നു. കരോതി വിവിധാൻ ഭാവാൻ ഗുണേസ്തേ പ്രേരിതോ വൃഷം ബ്രഹ്മാദിസ്തംഭപര്യന്താ പ്രാണിന സ്ഥിരജംഗമ. ആ ഗുണങ്ങളുടെ പ്രേരണ അനുസരിച്ച് മനസ്സ് പല ഭാവങ്ങളും ഉൾക്കൊള്ളുന്നു. ബ്രഹ്മാവ് തുടങ്ങി പുൽക്കൊടി വരെയുള്ള ചരവും അചരവുമായ പ്രാണികൾ. സർവേ മായാവശാരാജൻ സ അനുക്രീഡതി തൈരിഹ സർവാൻ വൈ മോഹൈത്യേഷ വികുർവത്യനിശം ജഗത്. എല്ലാം മായയ്ക്ക് വിധേയമാണ്. മായ അവയോടൊപ്പം വിളയാടുന്നു. എല്ലാറ്റിനെയും അവൾ മോഹിപ്പിക്കുന്നു. ജഗത്തിനെ സദാ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു. അസത്യോ ജായതോ രാജൻ കാര്യവാൻ പ്രഥമം നര ഇന്ദ്രിയാർത്ഥാം ശിതന്തായാനോ ന പ്രാപ്നോതി യഥാ നര. രാജാവേ, ഇന്ദ്രിയ വിഷയങ്ങളെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവൻ അതു ലഭിക്കാതെ വരുമ്പോൾ എങ്ങനെയെങ്കിലും അത് നേടണമെന്ന വിചാരത്തോടെ ആദ്യമായി അസത്യത്തിലേക്ക് വഴുതി വീഴുന്നു. തദർത്ഥം ചലമാദത്തെ ചലാത് പാപേ പ്രവർത്തതേ കാമക്രോധശ്ച ലോഭശ്ച വൈരിണോ ഫലവത്തരാ. അതിനുവേണ്ടി കളവ് സ്വീകരിക്കുന്നു. ആ കളവ് പാപകർമ്മത്തിൽ പ്രവർത്തിക്കാൻ കാരണമാകുന്നു. കാമവും ക്രോധവും ലോഭവും ശക്തരായ ശത്രുക്കളാണ്. കൃതാകൃതം ന ജാനന്തി പ്രാണിനസ്ത്വർഷം ഗതാ വിഭവേ സത്യഹംകാര പ്രബല പ്രഭവത്യപി. അവയ്ക്ക് വിധേയരായവർക്ക് എന്ത് ചെയ്യണം, എന്തു ചെയ്യരുത് എന്നറിയാൻ കഴിയാതെ പോകുന്നു. ഇപ്രകാരം അസത്യത്തിലൂടെ കാര്യസാധ്യമുണ്ടാക്കി കഴിയുമ്പോൾ അഹങ്കാരം പ്രബലമായി തീരുന്നു. അഹങ്കാരാത് ഭവേത് മോഹോ മോഹാൻ മരണമേവ ച സങ്കൽപാ ബഹവസ്തത്ര വികൽപാ പ്രഭവന്തി ച. അഹങ്കാരത്തിൽ നിന്നും മോഹം ഉദ്ഭവിക്കും. മോഹത്താൽ മരണവും സംഭവിക്കും. ഒട്ടേറെ സങ്കല്പങ്ങൾ അവിടെ ഉണ്ടാകും, വികൽപ്പങ്ങളും ഉണ്ടാകും. ഈർഷ്യാസൂയ യഥാ ദ്വേഷാ പ്രാദുർഭവതി ചേതസി ആശാ തൃഷ്ണ തഥാ ദൈന്യം ദംഭോ അധർമ്മതിസ്തഥാ. ഈർഷ്യ, അസൂയ, ദ്വേഷം എന്നിവ മനസ്സിൽ അതേ തുടർന്ന് അങ്കുരിക്കുന്നു. അതുപോലെ തന്നെ ആശ, തൃഷ്ണ, ദൈന്യം, ദംഭം, അധർമ്മബുദ്ധി എന്നിവയും. പ്രാണിനാം പ്രഭവന്തേ ഭാവാ മോഹസംബുദ്ഭവാം യജ്ഞദാനാനി തീർത്ഥാനി വ്രതാനി നിയമാസ്തദാം. പ്രാണികൾക്ക് ഈ ഭാവങ്ങൾ ഉണ്ടാകുന്നത് മോഹത്തിൽ നിന്നാണ്. യജ്ഞങ്ങളും ദാനങ്ങളും തീർത്ഥാടനങ്ങളും വ്രതങ്ങളും
യോഗോപയോഗികളായ നിയമങ്ങളും അഹങ്കാരാവിഭൂതസ്തു കരോതി പുരുഷോ അന്വഹം അഹംഭാവകൃതം സർവം പ്രഭവേദ്വൈന ശൗചവത്. മനുഷ്യൻ അനുദിനം ചെയ്യുന്നത് അഹങ്കാര വശനായിട്ടാണ്. അഹങ്കാരത്തോടെ ചെയ്യുന്ന ഒരു കാര്യവും ശുദ്ധമായിരിക്കുകയില്ല. രാഘലോപാത് കൃതം കർമ്മ സർവാംഗം ശുദ്ധിവർജിതം പ്രഥമം ദ്രവ്യശുദ്ധിശ്ച ദ്രഷ്ടവ്യ വിബുധേ കില. രാഘലോപാദികളോടെ ചെയ്യുന്ന കർമ്മം മുഴുവനും അശുദ്ധമായിരിക്കും. അതുകൊണ്ട് വിദ്വാൻമാർ ആദ്യമായി നോക്കേണ്ടത് ദ്രവ്യം ശുദ്ധമാണോ എന്നാണ്. അദ്രോഹേണാർജിതം ദ്രവ്യം പ്രശസ്തം ധർമ്മകർമ്മണി ദ്രോഹാർജിതേന ദ്രവ്യേണ യത്കരോതി ശുഭം നര. അന്യരെ ദ്രോഹിക്കാതെ സമ്പാദിക്കുന്ന ദ്രവ്യമാണ് ധാർമ്മിക കർമ്മത്തിന് ഉത്തമമായിട്ടുള്ളത്. പരദ്രോഹം ചെയ്ത് ആർജിക്കുന്ന ദ്രവ്യം കൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന ശുഭകർമ്മം വിപരീതം ഭവത്തേതോ ഫലകാലേ ദ്രവോത്തമാം മനോ അതേ നിർമ്മലം യസ്യ സ സമ്യക് ഫലഭവേത്. വിപരീത ഫലമാണ് നൽകുക. രാജാവേ, ആരുടെ മനസ്സാണോ നിർമ്മലമായിരിക്കുന്നത് അവന് സത്ഫലം ലഭിക്കുകയും ചെയ്യും. തസ്മിൻ വികാരയുക്തം തു ന യഥാർത്ഥ ഫലം ലഭേത് കർത്താര കർമ്മണാം സർവേ ആചാര്യ ഹൃത്തിജാതയ. വികാരത്തോടു കൂടിയതാണെങ്കിൽ ആ കർമ്മത്തിന് ശരിയായ ഫലം ലഭിക്കുകയില്ല. കർമ്മകർത്താക്കളായ ആചാര്യന്മാരും ഹൃത്തിക്കുകളും എല്ലാം സ്യുസ്തേ വിശുദ്ധ മനസസ്തഥാ പൂർണ്ണം ഭവേത് ഫലം ദേശകാല ക്രിയാദ്രവ്യ കർത്തൃണാം ശുദ്ധത യതി. നിർമ്മല ചിത്തരായിട്ടാണ് കർമ്മം ചെയ്യുന്നതെങ്കിൽ ആ കർമ്മത്തിന് വേണ്ടി പൂർണ്ണഫലം ലഭിക്കും. ദേശം, കാലം, ദ്രവ്യം, കർത്താക്കൾ ഇവയ്ക്കെല്ലാം ശുദ്ധിയുണ്ടെങ്കിൽ മന്ത്രാണാം ച തഥാ പൂർണ്ണം കർമ്മണാം ഫലമശ്നുതേ ശത്രുണാം നാശം ഉദ്ദേശ്യ സുവൃദ്ധിം പരമാം തഥാ. മന്ത്രങ്ങൾക്കും ശുദ്ധിയുണ്ടെങ്കിൽ കർമ്മത്തിന്റെ പൂർണ്ണമായ ഫലം അനുഭവിക്കും. ശത്രുനാശം ഉദ്ദേശിച്ചോ തനിക്ക് അത്യധികമായ ഉത്കർഷമുണ്ടാകണമെന്ന് ഉദ്ദേശിച്ചോ കരോതി സുകൃതം തദ്വിപരീതം ഭവേത് കില. സ്വാർത്ഥാസക്ത പുമാനിത്യം ന ജാനാതി ശുഭാശുഭം. ചെയ്യുന്ന സുഹൃത്കർമ്മങ്ങൾക്കും അതുപോലെ വിപരീത ഫലമാണ് ഉണ്ടാകുക. സ്വാർത്ഥത്തിൽ മുങ്ങിയ മനുഷ്യൻ ഒരിക്കലും ശുഭാശുഭങ്ങളെ വേർതിരിച്ചറിയുന്നില്ല. ദൈവാദീന സദാ കുര്യാത് പാപമേവാന സത്കൃതം പ്രജാപത്യാസുരാ സർവേ ഹ്യസുരാശ്ച തദ്ഭവാം. പ്രാരാബ്ധത്തിന് അധീനനായവൻ സദാ പാപം തന്നെ ചെയ്യുന്നു, പുണ്യം ചെയ്യുന്നില്ല. കശ്യപ പ്രജാപതിയുടെ സന്താനങ്ങളല്ലേ ദേവന്മാർ? അദ്ദേഹത്തിന്റെ തന്നെ സന്താനങ്ങളല്ലേ അസുരന്മാരും? സർവേ തേ സ്വാർത്ഥനിരതാ പരസ്പര വിരോധിന സ്വാർത്ഥോദ്ഭവാ സുരാ സർവേ അപ്യുക്ത വേദേഷു മാനുഷ. എങ്കിലും അവരെല്ലാം സ്വാർത്ഥികളും പരസ്പര വിദ്വേഷികളുമാണ്. ദേവന്മാരെല്ലാം സത്വഗുണത്തിൽ നിന്ന് ഉത്ഭവിച്ചവരാണെന്ന് വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യർ രജോദ്ഭാവസ്തമാസ്തു ധീര്യഞ്ച പരികീർത്തത സതോദ്ഭവാനാം ദൈർവൈര്യം പരസ്പരമനാദരതം. രജസിൽ നിന്നുണ്ടായവരും തിര്യക്കുകൾ തമസിൽ നിന്നുണ്ടാവരുമാണെന്ന് പറയപ്പെടുന്നു. സത്വപ്രകൃതികളായ ദേവന്മാർക്ക് തമ്മിൽ സദാ വൈരമുണ്ടാകുന്നുണ്ടല്ലോ. തിരശാമത്ര കിംചിത്രം ജാതി വൈരസമുദ്ഭവായ സദാ ദ്രോഹ പരാദേവസ്തപോ വിഘ്നകരാസ്തഥാം. ആ സ്ഥിതിക്ക് തമപ്രകൃതികളായ തിര്യക്കുകൾക്ക് തമ്മിൽ ജാതി വൈരം ഉണ്ടാകുന്നതിൽ അത്ഭുതമെന്ത്? സദാ ദ്രോഹപരരും തപോ വിഘ്നം ഉണ്ടാക്കുന്നവരുമാണ് ദേവന്മാർ. അതുപോലെ അസന്തുഷ്ടോ ദേശപരാ പരസ്പര വിരോധിന അഹങ്കാര സമുദ്ഭൂത സംസാരോ അയം യദോ നൃപ രാഗദ്വേഷ വിഹീനസ്തു സ കഥം ജായതേ നൃപ. അസന്തുഷ്ടരും ദേഷ്യത്തോടെ കൂടിയവരും പരസ്പര വിരോധമുള്ളവരുമാണ്. എന്തെന്നാൽ അഹങ്കാരത്തിൽ നിന്നാണ് ഈ ജഗത്തിന്റെ ഉത്പത്തി തന്നെ. അതിൽ ജനിക്കുന്നവൻ എങ്ങനെ രാഗദ്വേഷാദികൾ ഇല്ലാത്തവനാകും? ഇതി ശ്രീമദ് ദേവി ഭഗവതി ചതുർത്ഥസ്കന്ധി ചതുർത്ഥോധ്യായ. ഓം മഹാദേവി നമഃ.